ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ പൂജ സിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രാസ്ന ദശമുല ഘൃതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഘൃതമാണ് അല്ലെങ്കിൽ ഒരു നെയ്യാണ് രാസ്ന ദശമുല ഘൃതം. ഇത് സാധാരണയായിട്ട് നമ്മൾ ചുമയ്ക്കും, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചുമയ്ക്കും അലർജിക്കും ഒക്കെ കൊടുക്കുന്ന ഒരു മെഡിക്കേഷനാണ് രാസ്ന ദശമുല ഘൃതം. മാത്രമല്ല ഇത് വാതസംബന്ധമായ രോഗങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് രാസ്ന ദശമുല ഘൃതം. നടുവേദനയ്ക്കും അതുപോലെ തന്നെ ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ളവർക്കും മലബന്ധമുള്ളവർക്കൊക്കെ രാസ്ന ദശമുല ഘൃതം ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ഇത് അലർജി സംബന്ധമായിട്ടുള്ള ഇൻഫ്ലമേഷൻ, അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ ഉദ്ദേശിക്കുന്ന നീർക്കെട്ട്, അതായത് ബ്രോങ്കൈറ്റിസ്, ആസ്മ ഇതുപോലെയുള്ള കണ്ടീഷൻസിലും രാസ്ന ദശമുല ഘൃതം വളരെ ഫലപ്രദമാണ്. ഇത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ചുമയ്ക്ക് അതുപോലെ തന്നെ ശ്വാസം മുട്ടിന് ഒക്കെ രാസ്ന ദശമുല ഘൃതത്തിൻ്റെ ഉപയോഗം വളരെ ഫലപ്രദമാണ്. ഇത് ആ നീർക്കെട്ട് മാറ്റുകയും അതുപോലെ തന്നെ ഇതിൽ മെയിൻ ചേരുവയായിട്ടുള്ള രാസ്ന അല്ലെങ്കിൽ ചിറ്റെടുത്ത ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയതുകൊണ്ട് തന്നെ ഈ നീർക്കെട്ടിനെ മാറ്റുകയും അത് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതാണ് രാസ്ന ദശമുല ഘൃതം. ഇത് ഒച്ചയടപ്പിനും വളരെ ഫലപ്രദമായിട്ടുള്ളൊരു നെയ്യാണ് രാസ്ന ദശമുല ഘൃതം. ഇത് സാധാരണയായി അധ്യാപകരിലും പാട്ടുകാരിലും ഒക്കെ ഒരുപാട് വോയിസ് സ്ട്രെയിൻ ഉള്ളവർക്ക് ഇത് രാസ്ന ദശമുല ഘൃതം 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആഹാരത്തിന് മുമ്പ് വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഇതിന് ശേഷം ഈ നെയ്യ് സേവിച്ചതിന് ശേഷം 1 ഗ്ലാസ് ചൂടുവെള്ളമോ അല്ലെങ്കിൽ 1 ഗ്ലാസ് ചൂടുപാലോ കഴിക്കുന്നതും വളരെ ഫലപ്രദമാണ്. ഇത് സാധാരണയായിട്ട് നമുക്ക് വരുന്ന പനിക്ക് ശേഷം ഉണ്ടാകുന്ന ശരീരവേദന, അതുപോലെ തന്നെ തലവേദന, അതുപോലെ തന്നെ ദേഹം മൊത്തമുള്ള അസകലമുള്ള വേദന, ഇതിനെല്ലാം നമുക്ക് വളരെ ഫലപ്രദമാണ് രാസ്ന ദശമുല ഘൃതം സേവിക്കുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഉള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ദശമൂലം ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് നീർക്കെട്ടുണ്ടാക്കുന്നത് ഒക്കെ തടയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു നെയ്യാണ്. ഇത്